സ്വന്തം ജനമായ ഇസ്രായേലിനെ രക്ഷിക്കാൻ ശത്രുപാളയത്തിലേക്ക് ഒറ്റയ്ക്ക് കടന്ന് ചെല്ലുകയും അവിടുത്തെ അതിശക്തനായി സൈന്യാധിപന്റെ ശിരസ് വെട്ടിയെടുത്ത വിധവയായ ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിലെ യൂദത്തിന്റെ പുസ്തകം പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ലോകം മുഴുവൻ ചക്രവർത്തിയാകാൻ ആഗ്രഹിച്ച നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും കീഴടക്കുന്നു. അതിനുശേഷം തന്റെ സർവ്വസൈന്യാധിപനായ ഹോളോഫർണസിനെ ഇസ്രായേലിനെ കീഴടക്കാൻ അയക്കുന്നു. തങ്ങൾക്കെതിരെ വരുന്ന വലിയ സൈന്യത്തെ കണ്ട് ദൈവജനമായ ഇസ്രായേൽ ജനം ഭയന്നു പോകുന്നു. തങ്ങളുടെ വിശുദ്ധ നഗരവും ദേവാലയവും ബലിപീഠങ്ങളും അവർ സ്വന്തമാക്കുമെന്നറിഞ്ഞ് ഇസ്രായേൽ ജനം ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആടുമാടുകളും ഉപവാസം അനുഷ്ഠിച്ച് രക്ഷയ്ക്കായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ സമയത്താണ് ആ നാട്ടിൽ ജീവിച്ചിരുന്ന യൂദിത്ത് എന്ന വിധവയായ ഒരു യുവതി തന്റെ ജനത്തെ രക്ഷിക്കാനായി ഒരു വലിയ ത്യാഗത്തിന് തയ്യാറാകുന്നത്. അവൾ ശത്രു രാജാവിന്റെ പാളയത്തിലേക്ക് അഭയം തേടി ചെല്ലുന്നത് പോലെ തന്റെ നഗരത്തിലെ ആളുകൾ ദൈവത്തിന് എതിരായി പാപം ചെയ്തുവെന്നും അതുകൊണ്ട് അവരെ ഉപേക്ഷിച്ചു വന്ന തനിക്ക് അഭയം തരണമെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ജനതയെ കീഴടക്കാനുള്ള മാർഗം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുന്നു. യൂദത്തിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി സൈന്യാധിപൻ അവളെ സ്വീകരിക്കുകയും അവളുടെ വാക്ക് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഹോളോഫർണസിനോട് തനിക്ക് അവന്റെ കൂടാരത്തിൽ പാർക്കുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി പുറത്തു പോകാനുള്ള അനുവാദം നൽകണമെന്നും അതുവഴി ഇസ്രായേലിനെ കീഴടക്കാനുള്ള വഴി തന്റെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് സൈന്യാധിപനെ അറിയിക്കാമെന്നും അവൾ പറയുന്നു. സൈന്യാധിപൻ അതിന് സമ്മതിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഭക്ഷിക്കാനുള്ള ഭക്ഷണം മാത്രം അവൾ ഒരു ഭാണ്ഡത്തിൽ കയ്യിലെടുത്തിരുന്നു. 3 ദിവസം അവൾ ശത്രു കൂടാരത്തിൽ നിന്ന് വെളിയിൽ പോയി തന്റെ ജനത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം രാത്രി ഹോളോഫർണസ് അവളെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു വിരുന്നൊരുക്കുകയും അവളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വിരുന്നിനിടയിൽ അമിതമായി വീഞ്ഞു കുടിച്ച് കിടന്നുറങ്ങുമ്പോൾ ആരുമില്ലാത്ത സമയം നോക്കി യൂദിത്ത് അവന്റെ ശിരസ് വെട്ടിയെടുക്കുകയും പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് പോലെ അതുമായി ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് ചെല്ലുകയും ചെയ്തു. പിറ്റേന്ന് അസീരിയൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ ജനം ആക്രമണം അഴിച്ചുവിടുകയും അവളുടെ സൈന്യാധിപനായ ഹോളോഫർണസിന്റെ ശിരസ് കോട്ടയ്ക്ക് മുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് അസീരിയൻ സൈന്യം ഭയന്നോടുകയും ഇസ്രായേൽ അവരെ തോൽപ്പിക്കുകയും ചെയ്തു. ഈ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന് വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ സംരക്ഷിക്കുവാനായി വഴി നടത്തുവാനായി ദൈവം അവരോട് കൂടെ എപ്പോഴും ഉണ്ടാകും. തിന്മ എത്ര വലുതാണെങ്കിലും അതിനെ കീഴടക്കാൻ ദൈവം നന്മയുടെ ചെറുതും ബലഹീനവുമാണെന്ന് തോന്നുന്നവ പോലും ഉപയോഗിക്കും. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.